ഇന്ന് നമുക്ക് വരാൽ മീൻ കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ വരാൽ മീൻ ഏകദേശം 2 കിലോനോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മീൻ കഴുകുമ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു മുട്ട. ഈ ഒരു മീൻ മുട്ട വെച്ചിട്ടുള്ള മസാല നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ മറക്കാണ്ട് പോയിട്ട് അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഏകദേശം 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് എരിവുള്ള മുളക് പൊടി തന്നെ വേണം. അത് നമുക്ക് ഏകദേശം 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ സ്പൂൺ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയുള്ളി നമുക്കൊരു 3-4 ചെറിയുള്ളി ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അത് ഏകദേശം 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പും മസാലപ്പൊടികളും കുറച്ച് കൂടുതലായിട്ട് വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള മസാലയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മീൻ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മസാലക്കൂട്ട് നമ്മുടെ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വരാൽ മീനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പീസായി ആ ഒരു മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു മസാലയാണ്. നമ്മൾ ആ ഒരു മീനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് ലൂസായി എല്ലാ ഭാഗത്തൊന്ന് പിടിക്കണ രീതിക്ക് അതൊന്ന് പുരട്ടി കൊടുക്കാം. വരാൽ മീനിനെ കണ്ണമീൻ എന്നും പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ കണ്ണമീൻ എന്നാണ് പറയുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ ആ ഒരു മസാല എല്ലാ മീനിലേക്കും ഓരോ പീസായിട്ട് എടുത്ത് ഇങ്ങനെ ഇതുപോലെ തേച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു മീനിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചോളും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മസാലയൊക്കെ നന്നായിട്ട് ആ മീനിൽ പിടിച്ചോളും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കി അതിലേക്കൊന്ന് ഈ മീനൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ പീസ് മീൻ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു നാടൻ മീനിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴുകുമ്പോൾ പ്രത്യേകം നാരങ്ങയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. ആ ഒരു ചെളുപ്പ് മണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നാലേ ഈ ഒരു മീൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഓരോ മീനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മീൻ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഓരോ ഭാഗം തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ ഒരു മീനൊന്ന് വാങ്ങി ഇതുപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് ഒന്ന് ഫ്രൈ ആക്കി നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത മീനൊക്കെ ഒരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്